അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ സബ്ജക്ട് C305 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2. ഇതാണ് മൊഡ്യൂൾ 1ന്റെ സിലബസ്. ഇതിലുള്ള പല ടേംസും ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ല. സോ ഓവറോൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. മൊഡ്യൂൾ 1ൽ നമുക്ക് പഠിക്കാനുള്ളത് സോയിലിൽ ആക്ട് ചെയ്യണ വെർട്ടിക്കൽ സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണത് സോയിലിൽ എങ്ങനെയാണ് സ്ട്രെസ് ആക്ട് ചെയ്യാന്നാണ്. സോയിലിൽ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുക. ഒന്ന് സോയിലിന്റെ സെൽഫ് വെയിറ്റ് കാരണം. ഓക്കെ, അപ്പൊ സോയിലിന്റെ സെൽഫ് വെയിറ്റ് കാരണം സോയിലിൽ ആക്ട് ചെയ്യണ സ്ട്രെസ്സിനെ നമ്മൾ ജിയോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയും. അതുകൂടാതെ സോയിലിൽ എന്തെങ്കിലും ലോഡ് വരുമ്പോൾ, സ്ട്രക്ചറൽ ലോഡ്സ്, ബിൽഡിങ്സും ഒക്കെ വരുന്ന സമയത്ത് അത് കാരണം സോയിൽ എന്ത് ചെയ്യും, സ്ട്രെസ് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഒരു ഫൗണ്ടേഷന്റെ സെറ്റിൽമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സോയിൽ മാസിനെ അനലൈസ് ചെയ്യുമ്പോൾ, അതുപോലെ എർത്ത് പ്രഷർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് എന്തറിയണം, ഒരു സോയിൽ മാസിൽ ആക്ട് ചെയ്യണ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സോയിൽ മാസിലുള്ള സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ബോസിനെസ്ക് സൊല്യൂഷൻ, പിന്നെ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ, ന്യൂമാർക്സ് ചാർട്ട്, നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ്. അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് മെത്തേഡ് വരും, ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ആൻഡ് 2-to-1 ലോഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോസിനെസ്ക് ഫോർമുല ഫോർ പോയിന്റ് ലോഡ്സ് ആണ്. അപ്പോൾ ബോസിനെസ്ക് ഫോർമുല എന്താന്ന് പറയണതിന്റെ മുന്നേ അതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ ഫോർമുലയ്ക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷൻ, ദ സോയിൽ മാസ് ഈസ് ആൻ ഇലാസ്റ്റിക് കണ്ടിന്യൂം ഹാവിംഗ് എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഈസ് കോൺസ്റ്റന്റ്. സോ ബോസിനെസ്ക് ഫോർമുലേന്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് സോയിൽ മാസ് ഒരു ഇലാസ്റ്റിക് കണ്ടിന്യൂം ആണ്. അതായത് അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി സെക്കൻഡ് അസംഷൻ, സോയിൽ ഈസ് ഹോമോജീനസ്, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്. സോയില് ഹോമോജീനസ് ആണ്, അതായത് അതിന് ഡിഫറെന്റ് പോയിന്റ്സിൽ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. Third assumption, the soil is isotropic, that is, it has identical properties in all directions. Soil isotropic ആണ്, അതിന് all directionsൽ, എല്ലാ ഡയറക്ഷൻസിലും എന്താണ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. Fourth assumption, the soil mass is semi-infinite, that is, it extends to infinity in the downward direction and lateral direction. സോയിൽ മാസ് എന്ന് പറയുന്നത് സെമി ഇൻഫിനിറ്റ് ആണ്. സോയിൽ മാസ് ഡൗൺവേർഡ് ഡയറക്ഷനിലും അതുപോലെ ലാറ്ററൽ ഡയറക്ഷനിലും എന്താണ്, ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. മുകൾ ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഉള്ളൂ. ഇനി ഫിഫ്ത്ത് അസംഷൻ, ദ സോയിൽ ഈസ് വെയ്റ്റ്ലെസ് ആൻഡ് ഈസ് ഫ്രീ ഫ്രം റെസിജ്വൽ സ്ട്രെസ്സസ് ബിഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ലോഡ്. അതായത് സോയില് വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ ഫ്രീ ഫ്രം റെസിജ്വൽ സ്ട്രെസ്സസ് ആണ് എപ്പോ, സോയിലിന്റെ മുകളിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ മുന്നേ. ഇത്രയാണ് ബോസിനെസ്ക് സൊല്യൂഷന്റെ അസംഷൻ. ഇനി ബോസിനെസ്ക് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക ഒരു ഇലാസ്റ്റിക് മീഡിയം അല്ലെങ്കിൽ ഒരു സോയിൽ സർഫസിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യണ കേസിലാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോസിനെസ്ക് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഫിഗർ നോക്കൂ. ഇതില് ഈ കാണിച്ചതാണ് ഹൊറിസോണ്ടൽ സർഫസ്. ഇത് സോയിൽ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഈ കാണിച്ചതാണ് സോയിൽ സർഫസ്. ഇതില് O എന്ന് പറഞ്ഞ ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റില് ആണ് പോയിന്റ് ലോഡ് Q ആക്ട് ചെയ്യണത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് നമ്മളെ ഹൊറിസോണ്ടൽ സോയിൽ സർഫസ് ആണ്. ഈ സോയിൽ സർഫസിൽ O എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മളെ പോയിന്റ് ലോഡ് Q ആക്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഈ താഴെ P എന്ന് പറഞ്ഞ പോയിന്റ്, ഈ P എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്, നമ്മളെ ഹൊറിസോണ്ടൽ സർഫസിന്റെ താഴെയാണ്. നമ്മളെ ഹൊറിസോണ്ടൽ സർഫസിന്റെ താഴെ
ഒരു പെർട്ടിക്കുലർ ഡെപ്തില്, താഴെ ഒരു പെർട്ടിക്കുലർ ഡെപ്തിലാണ് എന്തുള്ളത്, നമ്മളെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്യൂ എന്ന് പറഞ്ഞ ലോഡ് കാരണം പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, ഇതാണ് ഇക്വേഷൻ. സിഗ്മ സെഡ് ഈക്വൽ ടു 3q/2πz² ഇൻറ്റു 1/1+r/z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 5/2. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ബോസിനസ്ക് ഫോർമുല ഫോർ പോയിന്റ് ലോഡ്സ്. അതായത് ഒന്നുകൂടെ പറയാം, ഇതാണ് നമ്മളെ ഹൊറിസോണ്ടൽ സർഫസ്. ഇതില് O എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്ത് ചെയ്യണത്, നമ്മളെ പോയിന്റ് ലോഡ് ക്യൂ ആക്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർഫസിന്റെ താഴെ പി എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ ആക്ട് ചെയ്യണ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്യൂ എന്ന് പറഞ്ഞ ലോഡ് കാരണം പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യണ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, എന്ത്, സിഗ്മ സെഡ് ഈക്വൽ ടു 3q/2πz² ഇൻറ്റു 1/1+r/z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 5/2. ഓക്കെ, ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് ലോഡാണ്. ഇനി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഈ പി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ നേരെ ഈ ഹൊറിസോണ്ടൽ സർഫസിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പോയിന്റ് പി ഡാഷ് ആണ്, അതിൽ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാഞ്ഞിട്ടാണ്. ഈ പോയിന്റ് പി ഡാഷ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ പി തൊട്ടിട്ട് പി ഡാഷ് വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാം, സെഡ് എന്ന് പറയാം. ഇനി ആ ഇക്വേഷനിലുള്ള അടുത്ത ടേം എന്താ, ആർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, അതായത് ഈ ലോഡ് ആക്ട് ചെയ്യണ ക്യൂ എന്ന് പറഞ്ഞ് ലോഡ് ആക്ട് ചെയ്യണ ഈ ഒരു ലൈൻ കണ്ടോ, ആ ലൈനും അതുപോലെ നമുക്ക് ഏത് പോയിന്റിലെ സ്ട്രെസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റും തമ്മിലുള്ള ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി, നമ്മൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഈ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണ പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, ആറ്. ഓക്കെ, അപ്പോ കണ്ടോ, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ സർഫസ്. പി എന്ന് പറഞ്ഞ പോയിന്റും എന്താണ്, ഈ സർഫസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ, സെഡ് എന്ന് പറയാ. അതുപോലെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഡിയൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് പി ബിലോ ദ ഗ്രൗണ്ട് സർഫസ് ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ത്രൂ ദ പോയിന്റ് ക്യൂ. അതായത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റും ക്യൂയിലൂടെയുള്ള ഈ വെർട്ടിക്കൽ ആക്സിസും ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ആർ എന്ന് പറയാം. ഇനി ഈ ഇക്വേഷനെ തന്നെ ഈ സിഗ്മ സെഡ് ഈക്വൽ ടു 3q/2πz² ഇൻറ്റു 1/1+r/z ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു 5/2. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ സെഡ് ഈക്വൽ ടു IB ഇൻറ്റു q/z² എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ IB എന്താവും, ഈ ഇക്വേഷനിൽ q/z² ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസ് ആവും IB. അതായത് IB എന്താവും, അപ്പോൾ 3/2π ഇൻറ്റു ഇത്രയും ടേം അല്ലേ, നോക്കൂ അതല്ലേ എന്ന്. അതായത് സിഗ്മ സെഡ് ഈക്വൽ ടു IB ഇൻറ്റു q/z² ആകുമ്പം IB എന്താണ്, 3/2π ഇൻറ്റു 1/1+r/z ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 5/2. ഇനി ഈ IBനെ നമ്മൾ പറയാം ബോസിനസ്ക് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്നാണ്. ഓക്കെ, IB എന്ന് പറഞ്ഞാൽ ബോസിനസ്ക് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. ഇനി ഇത് കണ്ടോ, ഇത് ഇന്റൻസിറ്റി ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് ജസ്റ്റ് ബിലോ ദ പോയിന്റ് ലോഡ് ഈസ് ഗിവൺ ബൈ സിഗ്മ സെഡ് ഈക്വൽ ടു 0.4775 ഇൻറ്റു q/z². അതെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് വെർട്ടിക്കൽ സ്ട്രെസ് ജസ്റ്റ് ബിലോ ദ പോയിന്റ് ലോഡ്. വെർട്ടിക്കൽ സ്ട്രെസ് ജസ്റ്റ് ബിലോ ദ പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഈ ഒരു കേസിൽ ഇപ്പം നമ്മൾ വരച്ച ഫിഗറിൽ നമ്മളെ പോയിന്റ് എവിടെയാ, ഇതാണ് നമ്മളെ പോയിന്റ്. ഇനി ജസ്റ്റ് ബിലോ ദ പോയിന്റ് ലോഡ് എന്ന് പറയുമ്പം നമ്മളെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വരിക. ഓക്കെ, ഈ O എന്ന് പറഞ്ഞു കാണിച്ച ഈ പോയിന്റ് ഇല്ലേ, ഇതാണ് നമ്മളെ പി. അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ നമുക്ക് എന്താവും, ആർ എന്ന് പറയുന്നത് 0 ആവും അല്ലെ, ആർ എന്ന് പറയുന്നത് 0 ആവും. അതുപോലെ സെഡ് എന്ന് പറയുന്നതും 0 ആവും. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡിസ്റ്റൻസ് എന്താവും, 0 ആവും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കൂ, ഇതില് IBയില്
എന്ത് വരും? R 0 വരും, Z 0 വരും അല്ലേ? അപ്പോൾ എന്ത് വരും? IB ഈക്വൽ ടു 3/2π ഇൻറ്റു 1/1 പ്ലസ് ഈ ടേം 0 ആയി. അപ്പൊ 1/5/2 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും? 3/2π മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? 1/5/2 എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പൊ 3/2π ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.4775 കിട്ടും. ഇൻറ്റു എന്താ? അപ്പൊ ഇതാണ് IB ഇൻറ്റു എന്ത് വരും? Q/Z² വരും. ഇങ്ങനെയാണ് അപ്പൊ ഇക്വേഷൻ വരിക. ഏത് കേസിൽ? നമ്മളെ പോയിന്റ് എവിടെയാണെങ്കിൽ ജസ്റ്റ് ബിലോ ദ ലോഡ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രെസിന്റെ ഇക്വേഷൻ കിട്ടുക. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 2000 kilonewton is applied at the ground surface. Determine sigma set at P, which is 6 meter directly below the load. Also calculate sigma set at a point R, which is at a depth of 6 meter but a horizontal distance of 5 meter from the axis of the load. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം. നമുക്ക് 2 കേസാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആദ്യം എന്താ പറഞ്ഞത്? ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് Q എന്ന് പറഞ്ഞാൽ 2000 kilonewton ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കേസ് എന്താ? ഡിറ്റർമിൻ സിഗ്മ സെറ്റ് അറ്റ് പി. പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെ സിഗ്മ സെറ്റ്, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് എവിടെയാ? വിച്ച് ഈസ് 6 meter ഡയറക്ട്ലി ബിലോ ദ ലോഡ് ആണ്. അതായത് നമ്മൾ പഠിച്ച ഫിഗർ ആലോചിക്കാം. ആ ഫിഗറിൽ നമ്മളെ Q എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യണ ആ പോയിന്റ് ഇല്ലേ? ആ പോയിന്റിന്റെ അതേ ലൈനില് സർഫസിന്റെ 6 meter താഴെയാണ് എന്ത്? നമ്മളെ P എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെ വരുമ്പോ എന്ത് വരും? ഫസ്റ്റ് കേസിൽ Z എന്ന് പറഞ്ഞാൽ 6 meter ആണ്. അത് മനസ്സിലായി. പിന്നെ Q 2000 kilonewton തന്നിട്ടുണ്ട്. ഇനി R എന്താ വരിക? R എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക കേസ് 1. കാരണം എന്താ? നമ്മളെ പോയിന്റ് എവിടെയാണുള്ളത്? നമ്മളെ ലോഡ് ആക്ട് ചെയ്യണ അതേ ലൈനില് നമ്മളെ സർഫസിന്റെ 6 meter താഴെയാണ് നമ്മളെ പോയിന്റ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ലോഡ് ആക്ട് ചെയ്യണ ആ ഒരു ലൈനും നമുക്ക് ഏത് പോയിന്റിലെ സ്ട്രെസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താ? ആ ലോഡ് ആക്ട് ചെയ്യണ അതേ ലൈനിൽ തന്നെയാണ് എന്ത്? നമ്മളെ പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് R എന്താവും? 0 ആവും. സോ നമ്മളെ ഇക്വേഷൻ നമുക്കറിയാം. പോയിന്റ് ലോഡ് വരുമ്പോൾ ഇക്വേഷൻ എന്താ? സിഗ്മ സെറ്റ് ഈക്വൽ ടു 3Q/2πz² ഇൻറ്റു 1/1 പ്ലസ് R/z ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 5/2. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതിൽ എന്ത് ചെയ്യാം? വാല്യൂസ് എല്ലാം കൊടുക്കാം. 3 ഇൻറ്റു Q 2000 ആണ് ബൈ 2π ഇൻറ്റു Z എന്ന് പറയുമ്പോൾ 6. അപ്പോൾ 6² ഇൻറ്റു 1/1 പ്ലസ് R 0 ആണ്. അപ്പോൾ ഈ ടേം ഒന്നിച്ചെന്താവും? 0 ആയി പോവും. റേസ് ടു 5/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ സെറ്റ് എന്ത് കിട്ടും? 26.52 kN/m². ഓക്കെ, ഇനി നമ്മളെ സെക്കൻഡ് കേസ് എന്താ പറഞ്ഞത്? നോക്കൂ, രണ്ടാമത്തെ കേസ്. ഓൾസോ കാൽക്കുലേറ്റ് സിഗ്മ സെറ്റ് അറ്റ് എ പോയിന്റ് R, which is at a depth of 6 meter but a horizontal distance of 5 meter from the axis of the load. ഇതിലെന്താ വ്യത്യാസം? അതായത് നമ്മളെ R എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? Z 6 meter ആണ് അല്ലെ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? നമ്മളെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മളെ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് 6 meter താഴെയാണ് നമ്മളെ പോയിന്റ് ഉള്ളത്. പക്ഷേ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബട്ട് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 5 meter ഫ്രം ദ ആക്സിസ് ഓഫ് ലോഡ്. അതായത് ലോഡ് ആക്ട് ചെയ്യണ ആ ലൈനിൽ നിന്ന് എന്താണ്? 5 meter ഹൊറിസോണ്ടൽ ആയിട്ട് 5 meter മാറിയിട്ടാണ് നമ്മളെ പോയിന്റ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ പോയിന്റ് ശരിക്കും എവിടെയാണ്? അതായത് നമ്മളെ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് വെർട്ടിക്കലി 6 meter താഴെയും നമ്മളെ ലോഡ് ആക്ട് ചെയ്യണ ആ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലി 5 meter മാറിയിട്ടാണ് നമ്മളെ പോയിന്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ കേസ് 2 നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ Z എന്ന് പറയുന്നത് 6 meter ആണ്. അതുപോലെ R എന്ന് പറയുന്നത് 5 meter ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ
വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ എങ്ങനെ വരും? സിഗ്മ സെഡ് ഈക്വൽ ടു 3 ഇൻറ്റു 2000 ബൈ 2 പൈ ഇൻറ്റു സെഡ് സ്ക്വയർ 6 സ്ക്വയർ ഇൻറ്റു 1/1 പ്ലസ് 5/6 ഓൺ സ്ക്വയർ ഹോൾ റേസ് ടു 5/2. അപ്പോൾ സിഗ്മ സെഡ് എന്ത് വരും? 7.07 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം പറഞ്ഞു തന്നത്. ഇതിൽ നമുക്ക് ഇനി ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെർട്ടിക്കൽ സ്ട്രെസ് അണ്ടർ എ സർക്കുലർ ഏരിയ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിംഗ് എന്ന് സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊരിക്കലും എന്തല്ല, കോൺസെൻട്രേറ്റഡ് ലോഡല്ല. നമുക്കറിയാലോ, അതായത് ഫൗണ്ടേഷനിൽ സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു പോയിന്റിലൂടെ മാത്രമല്ല ആക്ട് ചെയ്യാം. ആ ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ സ്പ്രെഡ് ചെയ്യും. ഇത് ഫൈനൈറ്റ് ആണ് കേട്ടോ, കുട്ടി എഴുതിയത് മാറിപ്പോയതാണ്. ഫൈനൈറ്റ് ഏരിയയിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ലോഡ്, അതായത് ഫൂട്ടിംഗ് നിന്ന് സോയിലിലേക്ക് വരുന്ന ലോഡ് ഫൂട്ടിങ്ങിന്റെ ബേസിലുള്ള ആ ഏരിയയിൽ എന്താണ്, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു യൂണിഫോംലി ലോഡഡ് സർക്കുലർ ഏരിയ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു യൂണിഫോംലി ലോഡഡ് സർക്കുലർ ഏരിയ ആണ്. ഇതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ ഇവിടെ ആക്ട് ചെയ്യുന്ന യൂണിഫോം ലോഡാണ് സ്മോൾ ക്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കുലർ ഏരിയന്റെ സെന്ററിന്ന് സെഡ് എന്ന് പറഞ്ഞ ഡെപ്ത് താഴെ കണ്ടോ, സെഡ് എന്ന് പറഞ്ഞ ഡെപ്ത് താഴെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ സർക്കുലർ ഏരിയയിൽ ഇവിടെ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ക്യൂ. ആ ലോഡ് കാരണം ഈ സെന്ററിന്ന് സെഡ് എന്ന് പറഞ്ഞ ഡെപ്ത് താഴെയുള്ള ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഇതാണ് ഇക്വേഷൻ. കണ്ടോ, ആ കേസിലുള്ള ഇക്വേഷൻ ആണ് സിഗ്മ സെഡ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് ആർ ബൈ സെഡ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ ഏരിയന്റെ റേഡിയസ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ ഏരിയന്റെ സെന്ററിന്ന് ടി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള എന്താണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് സെഡ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ സെഡ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. അപ്പോൾ ഐ സി എന്താ, ഈ ക്യൂ ഒഴിവാക്കി ബാക്കിയുള്ള ഇത്രയും ടേം ആണ് ഐ സി. ഓക്കെ, അപ്പൊ ഐ സി ഈക്വൽ ടു 1 മൈനസ് 1/1 പ്ലസ് ആർ ബൈ സെഡ് ഹോൾ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് പറയും. ഇനി ഐ സി എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഐ സി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ആണ് ഫോർ ദ സർക്കുലർ ഏരിയ. ഇനി നമുക്ക് സർക്കുലർ ഏരിയന്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. എ സർക്കുലർ ഏരിയ ഓഫ് 7.5 meter in diameter on the ground surface carries a uniformly distributed load of 3 kilonewton per meter square. Find the intensity of vertical pressure below the center of the loaded area at a depth of 6 meter below the ground surface. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ ഏരിയന്റെ ഡയമീറ്റർ ആണ് 7.5 meter. ഓക്കെ, പിന്നെ തന്നത് ലോഡ് ക്യൂ, സ്മോൾ ക്യൂ തന്നിട്ടുണ്ട്. 3 kilonewton per meter square ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് വെർട്ടിക്കൽ പ്രഷർ ബിലോ ദ സെന്റർ ഓഫ് ലോഡഡ് ഏരിയ അറ്റ് എ ഡെപ്ത് ഓഫ് 6 meter. ഓക്കെ, അപ്പൊ സെന്ററിന് 6 meter താഴെയാണ് നമ്മൾ പോയിന്റ് ഉള്ളത്. ദാറ്റ് മീൻസ് സെഡ് ഈക്വൽ ടു 6 meter ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ എന്താ, സിഗ്മ സെഡ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് ആർ ബൈ സെഡ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ് ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് ആർ എന്ന് പറയുന്നത് 3.75 ആണ്. കാരണം എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡയമീറ്റർ ആണ് 7.5, അതിന്റെ പകുതി എടുക്കണം. 2 ആണ് റേഡിയസ്. അപ്പോൾ 3.75 ആണ് റേഡിയസ്. എന്ത് വരും,
അപ്പോൾ ആർ ബൈ സെഡ് എന്ന് പറഞ്ഞാൽ 6 ഹോൾ സ്ക്വയർ ഹോൾ റേസ്റ്റ് 3/2. അപ്പോൾ എന്ത് വരും? സിഗ്മ സെഡ് ഈക്വൽ ടു 1.170 kN/m² എന്ന് വരും. ഓക്കെ.